ഒരുപാട് യുവതി യുവാക്കൾ ഇപ്പോൾ വിവാഹത്തിനോട് താല്പര്യമില്ലാതെ വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രീ മാരിറ്റൽ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ആളുകളോട് ഈ പ്രീ മാരിറ്റൽ ട്രെയിനിങ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടോ, അതോ അതൊരു ആളുകൾക്ക് എഫക്റ്റീവായി തോന്നുന്നുണ്ടോ എന്നുള്ളത്? പിന്നെ നല്ലൊരു ചോദ്യമാണിത്. കാരണം വിവാഹത്തിന് മുമ്പുള്ള ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആവശ്യമാണോ എന്നുള്ളതാണ്. ശരിക്കും അത് ഡിപ്പെൻഡഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഡിപ്പെൻഡഡ് ആണ്. കാരണം അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടാവണമല്ലോ. അപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് സ്റ്റഡീസ് സംഘടിപ്പിച്ചിട്ടുള്ള അതിലെ പഠിതാക്കളുണ്ട്. പ്രീ മാരിറ്റൽ പാരൻറ്റിങ് ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ അവർക്ക് ഒരു പ്രൊജക്റ്റായിട്ട് ഫീൽഡ് സർവേ ആണ്. ഏകദേശം ഒരു 16 വയസ്സ് മുതൽ 26 വയസ്സ്, അതിന് മുകളിലുള്ള ആളുകളെയും അവർ പഠനം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട്. അപ്പോൾ ഇവരിൽ നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ അതിൽ 95% യുവാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആവശ്യമാണ് എന്നുള്ളതാണ്. അതിൽ പ്രത്യേക ചില ഏരിയകളും പറയുന്നുണ്ട്. അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ അവരുടെ സെക്ഷുവൽ മേഖല ആണെങ്കിലും, അതോടൊപ്പം തന്നെ അവർ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിലും, അങ്ങനെയുള്ള ഓരോ മേഖലകൾ. പിന്നെ അതിൽ 5% ആളുകൾ പറഞ്ഞത് വളരെ രസകരമായിട്ടാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാമല്ലോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസാരിക്കാമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ ഈ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് ഇപ്പോൾ ഇതല്ല തുടങ്ങിയത്, ഈ കാലഘട്ടത്തിലല്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജാഫർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തൻ്റെ മകളെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്ന സമയത്ത് നൽകുന്ന നസീഹത്തുകളുണ്ട്, ചില ഉപദേശങ്ങളുണ്ട്. ശരിക്കും നമ്മളത് നമ്മുടെ രക്ഷിതാക്കൾ കേവലം നിക്കാഹ് ഖുതുബയിൽ അവസാനിപ്പിക്കേണ്ടതല്ല. അതല്ലെങ്കിൽ പിന്നെ 1-2 നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ ചോദിക്കും, എവിടെ നിന്നാണ് ഓർണമെൻറ്റ്സ് വേണ്ടത്, ഡ്രസ്സ് എവിടെ നിന്ന് വാങ്ങിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുക. ഇതൊക്കെ എക്സ്റ്റേണൽ കാര്യങ്ങളാണ്. പക്ഷേ ഇൻറ്റേർണൽ കാര്യങ്ങളെന്ന് പറയുന്നത് ഇതാണ്. അവിടെ അദ്ദേഹം നൽകുന്ന ചില ഉപദേശങ്ങൾ. ഒന്ന്, മകളെ നീ ദേഷ്യപ്പെടരുത്. രണ്ടാമത് പറയുന്നത്, നിൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടാൻ നിനക്ക് സാധിക്കണം. മൂന്നാമത്, നീ അനാവശ്യമായിട്ടുള്ള പരാതികൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഉമ്മു വാഫിറ റളിയല്ലാഹു അൻഹ ഇതേപോലെ തന്നെ നൽകുന്ന ഒരു ഉപദേശങ്ങളും അതിൽ പഠിപ്പിക്കുന്നുണ്ട്. നീ നിൻ്റെ ഇണയുടെ നന്മയുടെ വശങ്ങൾ കാണുക. ഈ നന്മയുടെ വശങ്ങൾ കാണുന്ന സമയത്ത് അയാളിൽ കൂടുതൽ നന്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഇത് തന്നെയാണ് പ്രീ മാരിറ്റൽ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും.